പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. തബലിസ്റ്റ് രത്നശ്രീ അയ്യരുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച സഹയാത്രികയിൽ കേൾപ്പിച്ചത്. അതിന്റെ അവസാന ഭാഗം ഇന്ന് കേൾക്കാം. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതേക്കുറിച്ചൊന്ന് പറയും. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ അവാർഡ് ഭാനുശ്രീ അവരുടെ പേരിലുള്ള അവാർഡായിരുന്നു. അതിനുശേഷമാണ് കേരളത്തിലിങ്ങനെ നമ്മളിങ്ങനെ തബല പുറത്തുപോയി പഠിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയ ഒരു സമയത്താണ് അത് ആദ്യം വരുന്നത്. അതിനുശേഷം എനിക്ക് ആദ്യം കിട്ടിയത് തിരുവനന്തപുരത്തുള്ള ഒരു നവരസ സംഗീത സഭ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു അവാർഡ് കിട്ടി ആ വർഷം തന്നെ. അതിനുശേഷം ഉടനെ തന്നെ പ്രിൻസസ് ഓഫ് തബല എന്ന് പറഞ്ഞിട്ട് റോട്ടറി ക്ലബിന്റെ ഒരു അവാർഡ് കിട്ടിയായിരുന്നു. അതിനുശേഷം 2018 കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം 2019 എനിക്ക് ഒറീസ എന്നൊരു സംഗീത സാധന സിദ്ധി, അതായത് ഒറീസയിലെ 2-3 സ്റ്റേജിൽ സോളോ വായിക്കാനുള്ള അവസരം കിട്ടിയായിരുന്നു. അപ്പോൾ അവിടെ സംഗീത സാധന സിദ്ധി എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് ഒറീസയിൽ നിന്ന് കിട്ടി. അതിനുശേഷം തമിഴ്നാട്ടിൽ കുറേയധികം വേദികളിൽ, അത് കർണാടക സംഗീതത്തിൻ്റെ കൂടെയാണ് വായിച്ചിട്ടുള്ളത്. അവിടെ വായിച്ചിട്ട് അവിടെ തിരുവയ്യാർ നിന്നിട്ട് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. തമിഴ് പെണ്ണിസൈ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിലാണ് അത്. അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അവർ കർണാടക സംഗീതത്തിലുള്ളവർക്ക് മാത്രം കൊടുക്കുന്നൊരു അവാർഡാണ് അത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് ആദ്യമായിട്ടായിരിക്കും ഒരു ഹിന്ദുസ്ഥാനി ഇൻസ്ട്രുമെന്റിന് കിട്ടുന്നതെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുവരെ ഒരു സിംഗേഴ്സിനാണ് കൂടുതൽ അത് കൊടുക്കുന്നത്, തമിഴ് പെണ്ണിസൈ എന്നുള്ള ഒരു ടൈറ്റിൽ. അപ്പോൾ അത് 2019 അത് കിട്ടി. അതിനുശേഷം ഇവിടെ നമ്മുടെ യുവചേതന എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ഒരു ചേതന മ്യൂസിക് സൊസൈറ്റി ഉണ്ട്. അപ്പോൾ അത് 2019 തന്നെ ചേതന മ്യൂസിക് സൊസൈറ്റിയുടെ യുവചേതന എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം കോട്ടയത്ത് മാതങ്കി സ്കൂൾ ഓഫ് മ്യൂസിക്, അവിടെ നിന്ന് നാദലയ ജ്യോതി എന്ന് പറയുന്ന ഒരു പുരസ്കാരം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കോട്ടയത്ത് തന്നെ ആത്മ എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ്, ആത്മ ഫൗണ്ടേഷൻ അവരുടെ ഒരു അവാർഡ്, അത് റീസെന്റ് ആയിട്ട് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട് 2023. ഇപ്പോൾ ഈ വർഷം വന്നിരിക്കുന്നത് എടപ്പാളെന്ന് ഫ്ലെയിം, അതായത് അവിടെ ഒരു ഗോൾഡൻ ഫ്ലെയിം എന്ന് പറഞ്ഞിട്ടൊരു കലാസ്വാദകരുടെയും കലാകാരന്മാരുടെയും ഒരു വലിയ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവാർഡ് തബല സോളോയും ഉണ്ട് പ്രോഗ്രാം. നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് ഏറ്റവും ആവശ്യമാണ്. അവരെക്കുറിച്ച് പറയൂ. കുടുംബത്തില് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ, അതിനകത്തുള്ളൊരു സംഭവം, അച്ഛൻ 2014 മരിക്കുന്നത്. അപ്പൊ ഇപ്പൊ അമ്മയും ചേട്ടന്മാരുമാണ് വീട്ടിലുള്ളത്. ചേച്ചി ഇപ്പൊ എറണാകുളത്ത് സ്റ്റേ ചെയ്യുന്നു കല്യാണം കഴിഞ്ഞിട്ട്. ശരിക്കും കുട്ടിക്കാലത്തൊക്കെ ചേച്ചി ഒത്തിരി നമ്മളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് പഠിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ തബല ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പെൺകുട്ടികളാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു, എല്ലാവരും വീട്ടിൽ സ്കൂളിലൊക്കെ വായിച്ച സമയത്ത് എല്ലാവരും വീട്ടിൽ വന്ന് പറയും എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും അതിനോടൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, കൂടുതൽ പഠിക്കാനും ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ചേച്ചിയൊക്കെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വൈക്കത്തൊരു ശിവശ്രീ കലാരംഗം എന്ന് പറഞ്ഞത്, അത് ആദ്യകാലത്ത് വൈക്കത്തപ്പൻ അന്നദാന ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സഭയായിരുന്നു. അപ്പൊ അതില് ഇങ്ങനെ കുറെ കീർത്തനങ്ങളും കുറെ ഭക്തിഗാനങ്ങളും എല്ലാം ചേർത്ത് വെറൈറ്റി ആയിട്ട് ചെയ്തിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പൊ അതിലാണ് ഞാൻ ഏറ്റവും ആദ്യം ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പ്രോഗ്രാമിന് വായിക്കുന്നത്. അതായത് അന്ന് തബല കൂടുതലായിട്ടൊന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിക്കാതെ തന്നെ പാട്ടിന്റെ കൂടെയൊക്കെ വായിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ കറക്റ്റ് വായിക്കാൻ അറിയാം. അപ്പൊ അങ്ങനെ അവരെന്നോട്, അന്ന് ചേട്ടൻ, എന്റെ മൂത്ത ചേട്ടൻ ആ പ്രോഗ്രാമിന് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ചേട്ടന്റെ കൂടെ വാന്ന് എല്ലാരും പറയും. അങ്ങനെ ചേട്ടന്റെ കൂടെ ചെന്ന് അതിൽ കൂടെ ഇരുന്നിരുന്ന് വായിച്ച്, അങ്ങനെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് അതെല്ലാം. ഇപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടാൻ സാധ്യതകളില്ല. അന്നൊക്കെ അങ്ങനെയുള്ള ഒത്തിരി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ പ്രോഗ്രാം ചെയ്ത് കിട്ടുന്ന പൈസ അന്നദാനത്തിനാണ് കൊടുക്കുന്നത്. വൈക്കത്തപ്പൻ അന്നദാന ട്രസ്റ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ പൈസ അന്നദാനത്തിന്. ഞങ്ങൾക്ക് ഒരു ചെറിയ എന്തെങ്കിലും ഒരു ദക്ഷിണ പോലെ മാത്രം ആർട്ടിസ്റ്റുകളൊക്കെ വീതിച്ചെടുക്കുക. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു താല്പര്യത്തിലാണ് പോയിരുന്നത്. പിന്നീട് അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വൈക്കം ശിവശ്രീ എന്നുള്ള പേരിലായി. അപ്പൊ അങ്ങനെ ശരിക്കും അത് ഞാൻ പറഞ്ഞല്ലോ, ഭക്തിഗാനങ്ങളൊക്കെയാണ് ആദ്യം വായിച്ചു തുടങ്ങിയത്. അപ്പൊ അന്ന് ചേട്ടന്റെ കൂടെയാണല്ലോ പോകുന്നത്. അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വേറൊരു പ്രശ്നം ഇല്ല, നമ്മൾ അവരുടെ വണ്ടി തന്നെ പോവും, തിരിച്ചു വൈക്കത്ത് വരും, അങ്ങനെ പോയി വന്നിരുന്നു. അതിന് ശേഷം പിന്നെ കുറെ കാലം വേറെ അധികം കുറെ പ്രോഗ്രാംസ് ഒക്കെ അതിനിടയ്ക്ക്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇനി ഒരു വണ്ടി ഇല്ലെങ്കിൽ
നമുക്ക് പോയി വരാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ എന്റെ കുറെ ഈ കലാകാരമായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഇൻസ്പയർ ചെയ്തു ഒരു വണ്ടി മേടിക്കുക. അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ ഡ്രൈവിങ്ങിന് ചേർന്നു. ഡ്രൈവിങ്ങിന് ശരിക്കും പറഞ്ഞാൽ തബലയ്ക്ക് വേണ്ടിയാണ് ഡ്രൈവിങ്ങിന് ചേരുന്നത് ഞാൻ പറഞ്ഞ. അങ്ങനെ 2012 ഞാൻ ഡ്രൈവിങ് പഠിക്കാനായിട്ട് ചേർന്നത്. ഡ്രൈവിങ് കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് നീ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു വണ്ടി വേണം. പിന്നെ അങ്ങനെ വണ്ടി അന്വേഷിച്ച് ആദ്യം ഒരു 800 വാങ്ങി വണ്ടി. അത് സെക്കൻഡാ വാങ്ങിയത്, കാരണം കൈ റെഡിയാകുന്നവരെ സെക്കൻഡ് ഓടിച്ചാൽ മതി എന്നിട്ട് അങ്ങനെ സെക്കൻഡ് ആദ്യം വണ്ടി വാങ്ങി. അതിൽ പതുക്കെ ഓടിച്ചു പഠിച്ചു. അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ തോന്നി പുതിയതൊരെണ്ണം. കാരണം പ്രോഗ്രാമിന് പോകുന്നൊക്കെ രാത്രിയൊക്കെയാണല്ലോ. അപ്പോൾ പഴയ വണ്ടിയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ പാടാവുമല്ലോ വെച്ചിട്ട് പിന്നെ പുതിയ വണ്ടി 2013 ജനുവരിയിൽ പുതിയ വണ്ടി അതിനായിട്ട് വാങ്ങി. അപ്പോൾ അതിങ്ങനെ ഓരോരുത്തരുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഓരോരുത്തർ ഇൻസ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പൊ അതുവരെ നമ്മൾ ഓട്ടോയിലും അല്ലാതെയൊക്കെ ഞാൻ ബസ്സിൽ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട് തബലയായിട്ട്. അത് നമുക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം അന്ന് ഈ തബലയൊക്കെ ആയിട്ട് ബസ്സിൽ കയറുന്ന പറഞ്ഞാൽ എല്ലാവരും ചീത്ത വിളിക്കും. 2-3 ഭാഗം അന്ന് കുറെ റെക്കോർഡിംഗ് ഒക്കെ ഉള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ റെക്കോർഡിങ്ങിന് പോകാൻ വെച്ചാൽ ഒരു 3 തബല ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഹൈ ലോഡാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളുടെ ഏജിന് പോലും യോജിക്കാത്ത ലോഡാണ് നമ്മൾ എടുത്തോണ്ട് പോയി. പക്ഷെ ഇതിനോടുള്ള ആ ഒരു താല്പര്യം കൊണ്ടാണ് ഇത് ചുമന്നുകൊണ്ട് പോകുന്നത് നമ്മൾ. അപ്പൊ അങ്ങനെ ഒത്തിരി പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അതിനുശേഷം ഇങ്ങനെ ഓരോരുത്തർ ഇൻസ്പയർ ചെയ്തിട്ടാണ് വണ്ടിയൊക്കെ എടുക്കുന്നത്. അപ്പൊ അതില് ഫാമിലി അങ്ങനെ എതിർപ്പൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അതങ്ങനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഉള്ള വരുമാനത്തിൽ നിന്നാണ് ഇതെല്ലാം മാനേജ് ചെയ്ത് പോയത്. അങ്ങനെ വീട്ടിലാരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇതിന്റെ പേരിൽ പൈസ എന്നും അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ ആദ്യം വണ്ടി എടുത്തു. പിന്നെ ആ വണ്ടി ഏകദേശം 11 വർഷത്തോളം ഞാൻ ഉപയോഗിച്ചു. ഇപ്പൊ മാറി റീസെന്റ് ആയിട്ട്. അപ്പൊ അതിങ്ങനെ സുഹൃത്തുക്കളുടെ ഒക്കെ ഒത്തിരി അതിനകത്ത് നമുക്ക് ഹെൽപ്പുണ്ട്. അല്ലെങ്കിൽ നമുക്കത് അങ്ങനെ ചിന്തിക്കാനും ചെയ്യാനും ഒന്നും പറ്റില്ല. അപ്പം വീട്ടിൽ നിന്ന് വേറെ പുറത്തൊക്കെ പോയി പഠിക്കാനും ഒന്നും അങ്ങനെ ഒരു എതിർപ്പൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇതുപോലെ പിന്നീട് വീട്ടുകാരൊക്കെ എതിർപ്പില്ലാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വരുമാനമൊക്കെ വന്നു തുടങ്ങി. പിന്നെ എല്ലാരും നല്ലത് പറയുന്നു. അവർക്ക് അഭിമാനിക്കാൻ ഒരുപാട്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവാർഡുകളൊക്കെ വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ സ്വാഭാവികമായിട്ട് അതുമായിട്ട് നമ്മള് നല്ലൊരു കാര്യമാണെന്നുള്ളൊരു ചിന്ത വരുമല്ലോ. അതുവരെ തബല പണ്ട് കാലത്ത് എന്താ വെച്ചാൽ ഈ ഗാനമേളക്കൊക്കെ ആണല്ലോ തബല. അപ്പോ അതുകൊണ്ട് ആദ്യകാലത്തൊക്കെ കുറച്ച് ചേട്ടന്മാർക്കൊക്കെ ഇടയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ഗാനമേളക്കൊക്കെ പോയി അതൊക്കെ ഇതാണ് മോശമാണെന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി പെൺകുട്ടികൾ വീണയോ വയലിനോ ഒക്കെ പഠിച്ചാൽ പോരെ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് അതൊക്കെ അങ്ങനെ മാറി. എല്ലാരും നല്ലതൊക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോ അത് വീട്ടിലെന്ന് മാത്രമല്ല വീടിന് അടുത്തുള്ളവരാണെങ്കിലും ഒരു പണിയില്ല. നമ്മളവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട് ഒരു പണിയില്ല ചുമ്മാ വായിച്ചോണ്ടിരിക്കുക. അവർക്കറിയില്ലല്ലോ നമ്മളിതിരുന്ന് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്താലേ നാളെ വേദിയിൽ പോയി നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർക്കറിയില്ല. അവര് അതുപോലെ എന്റെ തന്നെ ഫ്രണ്ട്സിന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ പഠിത്തമൊക്കെ പോവും, ഇതിന്റെ പുറകെ എന്റെ പഠിത്തം എല്ലാം പോകും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഒത്തിരി പേര് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളങ്ങനെ ഒരു മൈൻഡ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് നമ്മളറിയാവുന്നതുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് പോന്നിട്ടുണ്ട്. പിന്നെ ഒന്നിനും ഫെയിൽ ആയിട്ടില്ല. പഠിച്ചതിലെല്ലാം നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് അങ്ങനെ ഒരു അതിനോട് പിന്നെ എതിർപ്പുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ ഇടയ്ക്ക് 2014 എൻ്റെ ആദ്യത്തെ അവാർഡ് വരുന്നത്. അപ്പൊ ആ സമയത്ത് അച്ഛന് 1 വർഷത്തോളം കിടപ്പായിരുന്നു. അപ്പൊ ശരിക്കും എൻ്റെ ആദ്യ അവാർഡ് അച്ഛനോട് പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാരണം അച്ഛന് ആ സമയത്ത് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന സമയമാണ്. കോൺഷ്യസ് അല്ല, നമ്മളെന്ത് പറഞ്ഞാലും അതൊന്നും മനസ്സിലാവാതെ അങ്ങനെ കുറെ നാള് കിടന്നായിരുന്നു. അങ്ങനെ കിടന്നിട്ട് 2014 മരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് അവാർഡിനെ കുറിച്ച് അച്ഛനോട് പറയാൻ പറ്റിയിട്ടില്ല. അച്ഛനാണല്ലോ തബല ആദ്യം പഠിക്കാൻ ചേർത്തത്. അച്ഛനോട് പറയാൻ പറ്റിയിട്ടില്ല മാത്രമല്ല എൻ്റെ അവാർഡ് ഫംഗ്ഷൻ വെച്ചിരുന്നത് 2014 സെപ്റ്റംബർ 27 ഫസ്റ്റ് അവാർഡ്. അച്ഛൻ മരിക്കുന്നത് സെപ്റ്റംബർ 14 അപ്പൊ കറക്റ്റ് ആ ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ ഞാൻ ഈ അവാർഡ് പോയി വാങ്ങിക്കേണ്ടി വന്നു. അപ്പൊ അന്ന് അവിടെ ഒരു തബല സോളോയും വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു പ്രാക്ടീസും ഇല്ലാതെയാണ് ആ സോളോ പ്രസന്റ് ചെയ്യുന്നത്. എന്നാൽ ഇത് നമുക്ക് കൂടുതലായിട്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അന്ന് എനിക്ക് അത്രയും ഈ ഭാഷ അറിയില്ല. അവിടെ എല്ലാം മറാഠിയും ഹിന്ദിയാണ്. അപ്പൊ നമുക്ക് ഇത് കൂടുതലായിട്ട് അവരോടൊന്നും ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തുമില്ല. അങ്ങനെ അവിടെ പോയി അവാർഡ് സ്വീകരിച്ചു. എല്ലാവരും എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചു. പറഞ്ഞു ആദ്യമായിട്ട് കിട്ടുന്നൊരു അവാർഡ് നമ്മൾ സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് ഗുരുനാഥന്മാരെല്ലാവരും പറഞ്ഞു പോകണം, പോകാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
പോയി വാങ്ങി 1 മണിക്കൂർ എങ്ങനെയോ വായിച്ചു എന്നുള്ള മാത്രമേ അറിയുള്ളൂ. അതാരോ നമ്മൾ വയ്ക്കത്തപ്പം വായിപ്പിച്ച പോലെ ഉള്ളൂ. കാരണം നമുക്ക് ആ ഒരു പ്രാക്ടീസും ഇല്ല. ശരിക്കും നമ്മൾ അത്രയും ദിവസം പ്രാക്ടീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും, ഭയങ്കര സ്ട്രെയിൻ ആവും. പക്ഷെ എങ്ങനെയോ വായിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു വന്നിട്ടുണ്ട്. ഇപ്പോൾ സംഗീത പഠനത്തെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്, കച്ചേരികൾ നടത്തുന്നതിനെ കുറിച്ചൊക്കെ. ഇപ്പം നിലവിൽ എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് പറയാമോ? ഇപ്പം നിലവിൽ ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ സയൻസ് ഓഫ് തബല എന്ന് പറയുന്ന വിഷയത്തിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു തീരുന്ന ഘട്ടത്തിലാണ്. ഇപ്പൊ തീസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോ. ഇപ്പൊ ഇനിയൊരു 3 മാസം 4 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ സയൻസ് ഓഫ് തബല എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ MSc കെമിസ്ട്രി ആയിരുന്നല്ലോ. അപ്പോൾ ഈ തബല എന്ന് പറയുന്ന ഉപകരണത്തിന്റെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ് അതിനകത്ത് നമുക്ക് വിഷയമായിട്ട് വരുന്നത്. അപ്പോൾ അതിന്റെ ഇപ്പോൾ ഒരു പേപ്പർ ഇന്റർനാഷണൽ ജേർണലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സയൻസ് ഓഫ് തബല എന്ന് പറയുമ്പോൾ പലരും പല രീതിയിലാണ്. ചിലര് തബലയുടെ ശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ട്രഡീഷണൽ ശാസ്ത്രമാണോ എന്ന് വിചാരിക്കും. അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രം സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചാണ് പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, തബലയുടെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ തബലയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ശാസ്ത്രമാണ് ഉദ്ദേശിച്ചത്. മേക്കിങ്ങും ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. കാരണം മേക്കിങ്ങിനൊക്കെ ഓരോ പർട്ടിക്കുലർ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ മെഷർമെന്റ്സ് എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ തബല ഓരോ സ്കെയിലിനും ചെയ്യണമല്ലോ. കാരണം മ്യൂസീഷ്യൻസിന്റെ സ്കെയിൽ മാറുമ്പോൾ നമ്മൾ തബല അടുത്ത സ്കെയിൽ എടുത്ത് വെച്ച് വായിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൽ മെഷർമെന്റ്സിൽ ഓരോ സ്കെയിലിന്റെ തബലയ്ക്കും ഓരോ പർട്ടിക്കുലർ മെഷർമെന്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് എൻ്റെ റിസർച്ച് ടോപ്പിക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഫ്രീക്വൻസി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ്, മേക്കിംഗ് മെറ്റീരിയൽസ്, അതുപോലെ ഇതിൽ എയർ കോളം ഉള്ളതുകൊണ്ടാണ് സൗണ്ട് പുറത്ത് വരുന്നത്. തബലയുടെ എയർ കോളം ഉണ്ട് അതിനുള്ളിൽ. അപ്പോൾ ആ എയർ കോളം സ്റ്റഡീസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ റിസർച്ചിൽ ഇപ്പം ഉള്ളത്. വളരെയധികം വർക്കുകൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ ഫൈബറിൽ തബല ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ 2-3 മെറ്റീരിയൽ, അതുപോലെ പോളിയെത്തിലിൻ, വുഡ് പോളി കോമ്പൗണ്ട്, അങ്ങനെ 2-3 മെറ്റീരിയലിൽ തബല നമ്മൾ ചെയ്തു എന്ന് മാത്രമല്ല, അതും നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന തബലയായിട്ടുള്ള കമ്പാരിസണും അതിൽ കാര്യമായ വ്യത്യാസങ്ങളില്ല എന്നും ഒക്കെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് സൗണ്ടിങ്ങില്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. കാരണം ഞാനിത് ഒത്തിരി എടുത്ത് നടന്ന കാരണം നമുക്ക് അങ്ങനെ ചിന്ത, ഇതിന്റെ വെയിറ്റ് എങ്ങനെയും കുറയ്ക്കാൻ വല്ല മാർഗമുണ്ട്. ഭയങ്കര വെയിറ്റ് അല്ലേ എടുത്തിട്ട് നടക്കാൻ. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഫൈബറിന്റെ തബല, അതിന്റെ ആകുമ്പോൾ വെയിറ്റ് കുറയും. അപ്പൊ വെയിറ്റ് കുറഞ്ഞു വെച്ചാൽ ക്വാളിറ്റി പോരുതല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ സയന്റിഫിക് കാലിബ്രേഷൻ ചെയ്ത് ഇതിന്റെ ഫ്രീക്വൻസി തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്, അതായത് സസ്റ്റെയിൻ എങ്ങനെ വ്യത്യാസമുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡേറ്റാസ് എടുത്ത്. അപ്പൊ അങ്ങനെ തനിയെ ഉണ്ടാക്കിയോ? അത് എങ്ങനെയാണ്? ഫൈബർ വർക്ക് ചെയ്യുന്ന ആളുമായിട്ട് കണക്ട് ചെയ്ത് ഇതിന്റെ മെഷർമെന്റ്സിനെ കുറിച്ച് സ്റ്റഡി നടത്തി അവർക്ക് ഈ മെഷർമെന്റ്സ് പറഞ്ഞു കൊടുത്ത് കയ്യിലുള്ള വുഡിന്റെ തബല കൊണ്ടുപോയി കൊടുത്ത് അവിടെ ഇരുന്ന് ഉണ്ടാക്കിച്ചെടുത്തു. അത് കറക്റ്റായിട്ട് കിട്ടി. അതിപ്പോ സക്സസ് ആണ്. ശരി. അത് അങ്ങനെയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കില്ലേ ആളുകൾക്ക്? അല്ലേ, ക്യാരി ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഒത്തിരി വെയിറ്റ് കുറഞ്ഞു കിട്ടും. എന്നാലും കാര്യമായ ക്വാളിറ്റിയിൽ വ്യത്യാസവും വരുന്നില്ല. അങ്ങനെ പേറ്റന്റ് എടുക്കാൻ പറ്റൂലോ? പേറ്റന്റ് ആൾമോസ്റ്റ് കിട്ടിയിരിക്കുക. പേറ്റന്റ് ഗ്രാൻഡ് ലെറ്റർ വന്നു, ഗ്രാൻഡ് വന്നിട്ട് ഇനി സർട്ടിഫിക്കറ്റ് കൂടി വന്നാൽ മതി. അപ്പോൾ ആൾമോസ്റ്റ് പേറ്റന്റ് കിട്ടിയ ഇതിൽ തന്നെയാണ്. അതെന്തായാലും ഒരു വളരെ വലിയൊരു നേട്ടമല്ലേ? അതെ. അപ്പോൾ അത് ഞാൻ MG യൂണിവേഴ്സിറ്റിയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ ഓഫ് സയൻസ് ഇൻ മ്യൂസിക് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഞങ്ങളുടെ. അപ്പോൾ അത് പല യൂണിവേഴ്സിറ്റികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ സെന്റർ വരുന്നത്. അവിടെ എൻ്റെ ഗൈഡ് എന്ന് പറയുന്നത് പ്രൊഫസർ ജയചന്ദ്രൻ, ബയോസയൻസിലുള്ള പ്രൊഫസറാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് പെർക്കഷനൊക്കെ വായിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു കാര്യമാണത്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അങ്ങനെ നമ്മൾ അല്ലേ, നമ്മുടെ ഒരു കണ്ടുപിടുത്തം അല്ലേ, അങ്ങനെ ഒരു ചിന്ത വന്നത് തന്നെ എത്ര നല്ലതാണ്. നമുക്ക് ഇനി അത് വരും തലമുറയ്ക്ക് അത് ഗൈഡ് തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഫൈബറിൽ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞു. ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് അതിനിറങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ 2-3 മെറ്റീരിയൽ ചെയ്തത്. അത് വുഡ് പോളി കോമ്പൗണ്ടൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഈ പുറം രാജ്യങ്ങളിൽ വുഡ് കിട്ടാനൊക്കെ പ്രയാസമുണ്ട്. ഈ വുഡ് പോളി കോമ്പൗണ്ട് ശരിക്കും പറഞ്ഞാൽ കുറേ ഈ പഴയ വസ്തുക്കളൊക്കെ വീണ്ടും
റീസൈക്കിൾ ചെയ്തെടുക്കുന്നതാണ് പോളി കോമ്പൗണ്ട്. പല ഒത്തിരി സാധനങ്ങൾ മിക്സ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് ഈ വുഡ് പോളി കോമ്പൗണ്ട് എന്ന് പറയുന്നത്. എന്നാൽ അതിന് വുഡിന്റെ കുറെ ക്വാളിറ്റീസ് ഉണ്ട് ആ സാധനത്തിന്. അപ്പൊ അതുകൊണ്ടാണ് ഈ വുഡ് പോളി കോമ്പൗണ്ട് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ വുഡും അതും തമ്മിൽ ഒട്ടും കാര്യമായിട്ട് വ്യത്യാസമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ തബല ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പുറം രാജ്യങ്ങളിലൊക്കെ അവർക്ക് ഒത്തിരി ഉപകാരപ്പെടും. അത് കാരണം ഈ വുഡ് കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് ചെയ്തെടുക്കാനായിട്ടൊരു പ്രയാസമില്ല തബല ഈ മെറ്റീരിയൽ. ലാർജ് സ്കെയിലായിട്ട് ഉണ്ടാക്കി അതെ 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 അല്ലേ ഉണ്ടാക്കി കൊടുക്കാം. അതെ അതെ. പിന്നെ അതിൽ തന്നെ ഇതിന്റെ ഈ ഒരു ബ്ലാക്ക് പോർഷൻ ഉണ്ടല്ലോ തവിടയുടെ മുകളിൽ, അത് ശരിക്കും പറഞ്ഞാൽ അയൺ ഓക്സൈഡാ. അത് കെമിക്കലാണ് ശരിക്കും. അതിന് നമ്മൾ പണ്ട് കാലത്ത് ഇവിടെ പുഴകളിൽ നിന്നൊക്കെ കിട്ടുന്ന പുരാണകീടം എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ഉണ്ട്, കല്ലുണ്ട്. ഈ പുരാണകീടം പൊടിച്ച് എന്നെ ഇത് ഞാൻ ഇത്ര കൃത്യമായിട്ട് പറയണമെന്ന് വെച്ചാൽ എൻ്റെ ആദ്യ ഗുരുനാഥൻ തബല മേക്കറായിരുന്നു. അപ്പൊ ഞാൻ ആ ഷോപ്പിൽ ഇരുന്ന് തബല പഠിച്ചത് കൊണ്ട് ഞാൻ ഈ വർക്കുകൾ നടക്കുന്നതെല്ലാം കൊച്ചിനെ തന്നെ കാണും. അപ്പം മാഷ് ഈ അരകല്ലുണ്ട് അവിടെ, അതിൽ കൊണ്ടുപോയി ഈ കല്ലിങ്ങനെ അരച്ചരച്ചരച്ച് പൊടിച്ചെടുക്കും. ശരിക്കും നേർപ്പിച്ച് പൊടിച്ചെടുത്തിട്ട് ആ പൊടിയുടെ കൂടെ നമ്മൾ കഴിക്കുന്ന ചോറ് ഒരു 2-3 മണി ചേർത്ത് പേസ്റ്റ് ആക്കിയാണ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ തേച്ച് പിടിപ്പിക്കുന്നത്. ശരി. അപ്പൊ അതൊരു കേടുമില്ലാണ്ടിരിക്കും. അതെ. അപ്പോൾ അത് നമ്മൾ പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഡ്രൈ ആയി കഴിയുമ്പോൾ വിള്ളൽ പോലെ വരും. അതിൽ കൂടെയാണ് ഈ സൗണ്ട് പുറത്തേക്ക് വൈബ്രേറ്റ് ചെയ്യുന്നത്. ശരിക്കും ഈ ഇതിന് നമ്മൾ സ്യാഹി എന്നാ പറയാ. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് മഷി എന്നുള്ള അർത്ഥത്തിൽ സ്യാഹി എന്ന് പറയും ഹിന്ദിയിൽ പറയുമ്പോൾ. അപ്പൊ ഈ സ്യാഹിയിൽ ഈ അയൺ ഓക്സൈഡ് ആയതുകൊണ്ടാണ് ഈ വെയിറ്റ് ആ ലെതറിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യുന്നത്, എനർജൈസ് ആവുന്നത്. അതുവരെ അതിന് എനർജി ഇല്ല, അത് വെറുതെ വൈബ്രേറ്റ് ചെയ്യാതിരിക്കുള്ളൂ. ഈ വെയിറ്റ് അതിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പ്രോപ്പറായിട്ട് വൈബ്രേഷൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ടോൺസ് എല്ലാം അതിൽ നിന്ന് ശരിക്കും കിട്ടുന്നത്. അപ്പൊ അതിന്റെയൊക്കെ സയൻസ് നമ്മൾ പേപ്പറുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലൊരു പരീക്ഷണം നടത്തി നോക്കിയത്, ഇത് ഈ നമ്മൾ ചില കുട്ടികളൊക്കെ എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷയൊക്കെ ആകുമ്പോൾ ഈ സാധനം എടുക്കാതെ മാറ്റി വയ്ക്കും, പ്രാക്ടീസ് ചെയ്യാതെ പഠിക്കുന്ന കുട്ടികളൊക്കെ. അപ്പോൾ കുറേ ഒരു 3-4 മാസം അല്ലെങ്കിൽ 4-5-6 മാസം എടുക്കാതിരുന്ന് കഴിയുമ്പോൾ ഇതിന്റെ മുകളിൽ ഈ ഇതിൽ ചോറ് മിക്സ് ചെയ്യുന്നുണ്ടല്ലോ, പൂപ്പൽ വരും. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റുമോ എന്ന് ആലോചിച്ചപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ബേക്കറിയിലൊക്കെ നമ്മൾ സോഡിയം ബെൻസോയേറ്റ് ചേർക്കുന്നുണ്ട് അവര് ചീത്തയാവാതിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് കരുതി ഈ സ്യാഹിയുടെ കൂടെ അത് മിക്സ് ചെയ്ത സമയത്ത് നമ്മൾ ഒരു നുള്ള് സോഡിയം ബെൻസോയേറ്റ് ചേർത്ത് അത് മിക്സ് ചെയ്തു, ബേക്കിംഗ് സോഡ. എന്നിട്ട് ഞാനത് ആ ചെയ്ത തബല ഏകദേശം 1-1.5 വർഷം തൊടാതെ വെച്ചു. കാരണം കൈ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ ഹീറ്റ് അതിലേക്ക് ചെല്ലും. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറസ് ചത്തുപോകും. ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ എടുക്കാതിരുന്ന് കഴിയുമ്പോഴാണ് ഈ സാധനം വരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തത്, എടുക്കാതിരുന്ന് നോക്കി 1.5 വർഷം. പക്ഷെ ഒരു പൂപ്പലും വന്നില്ല, സക്സസ് ആയി. അതിന്റെ ടെസ്റ്റും ചെയ്തു നമ്മള് ലാബിൽ, അതിന്റെ പൂപ്പലില്ലാന്നുള്ള പ്രൂവ് ചെയ്തു. അപ്പൊ അങ്ങനെ കുറെ ഇതൊക്കെ എക്സ്പെരിമെന്റ്സ് ആണ് ഈ എന്റെ റിസർച്ചിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ഒത്തിരി പ്രയോജനമാണല്ലോ. ഇപ്പൊ കുറെ നാൾ എടുക്കാതിരുന്നാലും ഫംഗസ് വരില്ല എന്നുണ്ടെങ്കിലേ. അതെ അതെ. ഇപ്പോൾ തബലവാദനം മാത്രമല്ല, അതിനോട് ചുറ്റുപറ്റിയുള്ള മറ്റു കാര്യങ്ങൾ, നിർമ്മാണ രീതി, അതിനെക്കുറിച്ചൊക്കെ രത്നശ്രീക്ക് നല്ലൊരു ധാരണയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? കണ്ടുപിടുത്തങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടല്ലോ. അത് സാധാരണ എന്താ പറയുക, ഇപ്പൊ തബല വായിക്കുന്ന ആൾക്കാർ ഇതിന്റെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. നമ്മൾ കൊച്ചിലെ പോലെ ഇതിന്റെ നിർമ്മാണം കണ്ടാണ് തബല പഠിച്ചു വരുന്നത്. മാഷ് ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ട് പിന്നെയും പോയിരിക്കും. അങ്ങനെയാ പഠിത്തം നടന്നുകൊണ്ടിരുന്നത്. മാഷ് ഇതിന്റെ വർക്കിനിടയ്ക്കായിരിക്കും വന്ന് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതെപ്പോഴും നമ്മൾ ഈ വർക്ക് കണ്ടോണ്ടിരിക്കല്ലേ, അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം. പക്ഷെ സാധാരണ തബല വായിക്കുന്നവരെങ്ങനെ വെച്ചാൽ മേക്കറിന്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നു, തിരിച്ചുകൊണ്ട് അതിനിടയ്ക്കുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവർ പ്രാക്ടിക്കലി ഉള്ള ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം അറിയാം. എന്ന് വെച്ചാൽ ഒരു തബല വലിച്ച് കെട്ടി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ ലെതർ പൊട്ടിപ്പോകുന്നത്. അപ്പൊ ചിലര് വീട്ടിൽ കൊണ്ടുവന്നാൽ ഉടനെ ആയിരിക്കും പൊട്ടിപ്പോകുന്നത്. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും മേക്കറിനെ ചെയ്ത് വിളിക്കും, നിങ്ങൾ തന്ന തബല പൊട്ടിപ്പോയി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ഒരു ലെതർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അതെപ്പോ വേണേ പൊട്ടാം, പിന്നെ അത് രണ്ടാമത് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ. അതുപോലെ ഈ ചോറ് സ്യാഹി ഇടുക എന്ന് വെച്ചാൽ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള വർക്കാണ്. അപ്പൊ അതിലെവിടെയെങ്കിലും ചെറിയ ഒരു നമ്മളുടെ ശ്രദ്ധ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോപ്പ് ആവും. അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള വർക്കാണത്. അതിന്റെ പ്രൊപ്പോർഷൻ കറക്റ്റ് ആയിരിക്കണം അല്ലേ? അതെങ്ങനെ വെച്ചാൽ ഓരോ റൗണ്ട് വീതം നമ്മൾ ഫിംഗർ കൊണ്ട് തന്നെയാണ് അത് പേസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ ലെയറും ആയിക്കഴിയുമ്പോൾ നമ്മൾ അതിനെ കല്ല് വെച്ച് തന്നെ ഉരച്ച് ഡ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ പ്രോസസ്സിങ് തന്നെ ഏകദേശം 3 മണിക്കൂർ 4 മണിക്കൂർ എടുക്കും ഒരു തബല ചെയ്യാൻ.
അത്രയ്ക്ക് ശ്രമകരമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും തബല മേക്കറിനെയാണ് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടത്. കാരണം ഒരു തബല മേക്കർ മര്യാദയ്ക്ക് തബല ഇങ്ങനെ ചെയ്തു തന്നാലേ നമുക്ക് വായിച്ചിട്ട് അതിൽ നിന്ന് എൻജോയ്മെന്റ് കിട്ടുള്ളൂ. കാരണം ഒരു ടോൺസ് കറക്റ്റ് കിട്ടിയാലേ നമുക്കതിൽ നിന്ന് നമുക്കാണേലും കേൾക്കുന്നവർക്കാണേലും എൻജോയ്മെന്റ് ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ തബല മേക്കറിനെയാണ് നമ്മൾ ആദ്യം റെസ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ റിസർച്ചിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ പലരും മേക്കേഴ്സിനെ അങ്ങനെ ആരും റെസ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ ചെറിയൊരു പാളിച്ച വന്നാൽ അവരെ ചീത്ത വിളിക്കുന്നവരാണ് കൂടുതൽ പേരും. അപ്പം അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജ് നമുക്കതിൽ നിന്ന് അങ്ങനെ ഒരു സ്റ്റഡി ചെയ്തതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും നിലവിലിപ്പോൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നില്ല. കാരണം ഫുൾ ടൈം റിസർച്ചറാണ് ഇപ്പം അവിടെ. അപ്പോൾ അവിടെ ഫുൾ ടൈം ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇപ്പം വേറെ ജോലിക്ക് ഒന്നും ജോയിൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ടീച്ചിങ് ഉണ്ട്. അത് ഞാൻ ഇടയ്ക്ക് കോവിഡ് കാലത്ത് കെമിസ്ട്രിയുടെ ക്ലാസ്സും എടുത്തിരുന്നു. ഇപ്പം ഈ തീസിസ് വർക്ക് അങ്ങ് സീരിയസ് ആയിട്ട് എന്നോടൊരു സമയം ഭയങ്കര ടൈറ്റായി. അപ്പോൾ പ്രോഗ്രാമിനും പോകണം, തീസിസ് ചെയ്യണം, ഇതെല്ലാം കൂടി ആയപ്പോൾ ടൈറ്റ് ആയതുകൊണ്ട് തൽക്കാലം കെമിസ്ട്രി ക്ലാസ് ഇപ്പോൾ ഈ വർഷം നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇനി എടുക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ്. കാരണം ആ വിഷയം കൂടി പഠിച്ചത് കൊണ്ട് ആണ് ഞാൻ ക്ലാസ് തുടങ്ങാമെന്ന് കരുതി. കാരണം ആ വിഷയമായിട്ടുള്ള ടച്ച് പോവാതിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ തബല പഠിക്കാനായിട്ട് കുറേ അധികം പേര് വരുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ ഇപ്പോഴത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പം എല്ലാം ക്യാപ്സ്യൂളായി. അവർക്ക് യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. ഓൺലൈനിൽ കൂടി ചോദിക്കുന്നവരുണ്ട്. 2 ചൊല്ല് പറഞ്ഞു തരുമോ യൂത്ത് ഫെസ്റ്റിവലിന് വായിക്കാനാ, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അതുപോലെ റെഗുലറായിട്ട് വരുന്നവരുണ്ട്, വളരെ റയറാ. അതുപോലെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ കുറച്ച് പേര് വന്നിട്ടുണ്ട്. വന്നവരൊക്കെ ഒരു 4-5 ക്ലാസ് കഴിഞ്ഞ് പിന്നെ വരാറില്ല. അങ്ങനെയുള്ള ഇത് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണോ? അത് ആദ്യം നമ്മൾ കുറച്ച് ക്ഷമ നല്ലപോലെ വേണ്ടി വരും. അതായത് ചിലർ ഇൻബോൺ ടാലന്റ് ഉള്ളവർ ഈ പറഞ്ഞ പോലെ അവരെ പഠിപ്പിക്കണ്ട, തന്നെ ഒരു ടോൺ കേൾക്കുന്നവരെ കൈയുടെ ബാലൻസ് കറക്റ്റ് ആയിരിക്കും അവർക്ക്. അതൊരു ഇൻബോൺ ടാലന്റ് ആണ്. അല്ലാത്തവർ നമ്മളിരുന്ന് കൈയുടെ പൊസിഷൻ എല്ലാം വെച്ച് കറക്റ്റ് ആക്കി തന്നെ വായിച്ചെടുത്താലേ ആ ടോണുകൾ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ 2 ടൈപ്പ് സ്റ്റുഡൻസ് നമുക്ക് വരുന്നുണ്ട്. ചില കുട്ടികൾ ആദ്യമേ തന്നെ പെട്ടെന്ന് എടുക്കും. ചിലർ പക്ഷെ ഒത്തിരി സമയം എടുക്കുന്നവരുണ്ട്. പക്ഷെ ഒത്തിരി സമയം എടുത്താലും അത് കിട്ടും. പക്ഷെ നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി അതിൽ വെയിറ്റ് ചെയ്യണം. അത് പക്ഷെ പലർക്കും ആ ഒരു പേഷ്യൻസ് ഇപ്പം ഇല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ഒത്തിരി ഞങ്ങളൊക്കെ പഠിക്കണ കാലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ ഒരു ലെസൺ കിട്ടാൻ വേണ്ടി നമ്മൾ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ഇരിക്കില്ല. ഇന്നിപ്പോൾ വന്നിട്ട് ഗുരുനാഥൻ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ച് വീട്ടിൽ പോകുന്നവരെ കൂടുതൽ വരും. അങ്ങനെ സമയമില്ലല്ലോ ആർക്കും. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ നമ്മൾ വായിച്ച് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ പേഷ്യൻസ് വേണം. സ്വയം വായിച്ച് എൻജോയ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തണമെങ്കിൽ കുറേ നമ്മൾ അതിൽ ട്രെയിനിങ് എടുക്കുകയും നിരന്തരം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കരുത്തുന്ന എന്നാ വെച്ചാൽ ഈ പാട്ടിൻ്റെ കൂടെയൊക്കെ വായിക്കുന്ന കാണുമ്പോൾ ഇത് എളുപ്പമാണെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ വന്നിട്ട് ഒച്ച കേൾക്കാതെ വരുമ്പോഴാണ് നിർത്തി പോകുന്നത്. നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ നിർത്തി പോകുന്നവരുണ്ട് ഒത്തിരി പേര്. അതൊരു സമർപ്പണമില്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ പൊതുവെ ഇപ്പം ഡെഡിക്കേഷൻ കുറവാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത്. പണ്ടൊക്കെ കൂടുതൽ കാലം എനിക്ക് തോന്നുന്നു കുട്ടികളെന്നല്ല ആരാണെങ്കിലും പെട്ടെന്നൊരു കാര്യം സാധിച്ചെടുക്കുക, ക്ഷമയോടെ കാത്തിരിക്കാൻ ടൈം പഠിക്കുന്നവരിപ്പോൾ ഇല്ല. ലോങ് ടൈമിൽ പഠിക്കുന്ന ആരും തന്നെ ഇപ്പോൾ നിലവിലുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ തബല വാദനത്തെക്കുറിച്ച്, സംഗീത ജീവിതത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ രത്നശ്രീ തബല വായിക്കുന്നത് കേട്ടു. നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കുമോ?
പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഹയാത്രികയിൽ നമ്മോട് സംസാരിച്ചത് തബല വാദനത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രത്നശ്രീ അയ്യരാണ്. താങ്ക് യു മാം. താങ്ക് യു. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല.